തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷത്തിൽ അന്വേഷണ കമ്മീഷൻ രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ആസൂത്രിത ആക്രമണമല്ല നടന്നത്, വാക്കേറ്റം സംഘർഷത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. കോളേജിൽ ഇടിമുറികളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന് പരുക്കേറ്റ KSU നേതാവ് സാൻജോസ് പ്രതികരിച്ചു. PA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന തരത്തിലേക്കൊരു റിപ്പോർട്ടാണോ രജിസ്ട്രാർ നൽകിയിട്ടുള്ളത്? അനുജ, കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിലുണ്ടായ സംഘർഷം ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. KSU SFI പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി. ഇത് പുറത്തുനിന്ന് ജോഫിൻ എന്ന വ്യക്തി ക്യാമ്പസിലേക്ക് വന്നതിനെ ചൊല്ലിയാണ് ഈ തർക്കമുണ്ടായത് എന്നുള്ളതാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുള്ളത്. വിദ്യാർത്ഥിനിയായ സഹോദരിയെ കോളേജിൽ എത്തിക്കാനാണ് ജോഫിൻ എത്തിയത്. ജോഫിനും സഹോദരിയും സാൻജോസും ഒരു ബൈക്കിലാണ് ക്യാമ്പസിലെത്തിയത്. ജോഫിൻ ഒറ്റയ്ക്ക് തിരികെ പോകുമ്പോൾ ഹോസ്റ്റലിനടുത്ത് വെച്ച് SFI പ്രവർത്തകർ തടയുകയും താക്കോൽ ഊരിയിടുകയും ചെയ്തു. ഇതാണ് തർക്കത്തിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ്. ഗിരീഷ്, ഒന്ന് തുടരുക. നമുക്കിപ്പോൾ ആ ബൈറ്റ് കൂടി ഒന്ന് കേൾപ്പിക്കാം. അതായത് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അത് വാസ്തവ വിരുദ്ധമാണ് എന്നതാണ് പരുക്കേറ്റ KSU നേതാവ് സാൻജോസിന്റെ പ്രതികരണം കേൾക്കാം. അപ്പോൾ ആ റിപ്പോർട്ട് തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. കാരണം ആ റിപ്പോർട്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ട് അധ്യാപകർ ചെയ്തിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഫോൺ വഴിയാണ് അവർ അധ്യാപകരിൽ നിന്ന് മൊഴിയെടുത്തത്. അത് പ്രകാരം ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അവരതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 121ാമത്തെ റൂമെന്ന് പറയുന്നത് ഇടിമുറി തന്നെയാണ്. ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഗിരീഷ്, ഇപ്പോൾ ഈ തരത്തിലേക്ക് താൻ പറഞ്ഞ കാര്യങ്ങൾ പോലും ചെവിക്കൊള്ളാതെയുള്ള റിപ്പോർട്ട് എന്ന ആരോപണമൊക്കെയാണല്ലോ സാൻജോസ് പറയുന്നത്. KSU ഇതിനോടകം തന്നെ ഈ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അനുജ, പക്ഷേ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ഇത് ഒരു ആസൂത്രിത സംഘർഷമല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒരു തർക്കമുണ്ടാകുന്നു. തർക്കത്തെ തുടർന്ന് ഇരുഭാഗത്തും ആളുകൾ കൂടുന്നു. തുടർന്ന് ഇതൊരു സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ഈ സംഘർഷത്തിൽ KSU നേതാവ് സാൻജോസിന് മാത്രമല്ല SFI പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം സാൻജോസ് ഇപ്പോൾ ഉന്നയിച്ച ആരോപണം 121ാം നമ്പർ എന്നുള്ളത് ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ മുറിയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. ഇടിമുറികൾ ക്യാമ്പസിലുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പ്രദേശത്തെ CCTV പ്രവർത്തനരഹിതമായിരുന്നു എന്നും രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ DC ആണ് ഈ റിപ്പോർട്ട് മുഖവിലക്കെടുക്കണോ, തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കണം എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ഉയർന്ന പരാതികളും ആരോപണങ്ങളും കൂടി പരിശോധിച്ച ശേഷമാകും വൈസ് ചാൻസലറുടെ തുടർ നടപടി ഉണ്ടാകുക. അനുജ, കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷത്തിനാണ് ഇപ്പോൾ റിപ്പോർട്ട് രജിസ്ട്രാർ സമർപ്പിച്ചിട്ടുള്ളത്. തുടർ നടപടി എന്ത് എന്നുള്ളത് വൈസ് ചാൻസലർ തീരുമാനിക്കും.